അസമിൽ തകർന്നു വീണ സുഖോയ് യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാർക്ക് മരണം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരണം വരികയാണ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. ലഫ്റ്റനന്റ് പർവേഷ് ദുരാക്കർ ഒപ്പം സ്ക്വാഡ്രൺ ലീഡർ അനുജ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അസമിലെ ഖർബി ആംഗ്ലോങ് ജില്ലയിലാണ് ഈ വിമാനം തകർന്നത് എന്നും വിവരമുണ്ട്. രാകേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. രാകേഷ്, എന്താണ് വ്യോമസേന വ്യക്തമാക്കുന്നത്? എന്താണ് സംഭവിച്ചത്? എൽദോ, ദുഃഖകരമായ വാർത്തയാണ്. 2 പൈലറ്റുമാരും മരിച്ചു. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ വ്യോമസേന ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഒപ്പം തന്നെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാക്കർ, ഈ 2 പേരാണ് പൈലറ്റുമാരായി വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർ 2 പേരും മരിച്ചു എന്ന സ്ഥിരീകരണം ഇപ്പോൾ വ്യോമസേന തന്നെ നൽകുകയാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന ട്വീറ്റാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ വിമാനം അസമിലെ ജോർഹാട്ടിൽ നിന്ന് പറന്നു വരുന്നത്. വ്യോമസേന താവളത്തിൽ നിന്ന് പറന്നു വരുന്നത് പരിശീലന പറക്കലായിരുന്നു. ആ പരിശീലന പറക്കലാണ് ഇത്തരം വലിയൊരു അപകടത്തിൽ കലാശിക്കുകയും ചെയ്തത്. കാരണം പറന്നു ഉയരുന്നതിന് പിന്നാലെ തന്നെ വിമാനത്തിൻ്റെ ആയുള്ള ആശയവിനിമയം ഒക്കെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 7:42 ആണ് ഈ വിമാനവുമായി ആശയവിനിമയം ഉണ്ടായതെന്നാണ് വ്യോമസേന വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുശേഷം ജോർഹാട്ടിൽ നിന്ന് പറന്നു വരുന്ന ഏതാണ്ട് 60 കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ ഈ അപകടം ഉണ്ടാവുകയും ചെയ്തു. ഒരു മലനിരകളിൽ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു. പ്രത്യേകിച്ച് അസമിലെ തന്നെ കർബി ആംഗ്ലോങ് ജില്ലയിലെ ഒരു നിരകളിൽ തകർന്നു വീണു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യോമസേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം രാത്രി 7 ഈ സംഭവം നടന്ന് തൊട്ട് പിന്നാലെ തന്നെ അത്തരം വിവരങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഒറ്റപ്പെട്ട മേഖലയാണ്, മലഞ്ചെരിവാണ്, ആ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കാലതാമസം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നാട്ടുകാരാണ് ആദ്യം ഈ വിവരം നൽകുന്നത്. കാരണം വലിയ ശബ്ദം കേട്ടു, സ്ഫോടന സമാനമായ ഒരു ശബ്ദം കേട്ടു എന്നാണ് ആദ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം പ്രചരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പുലർച്ചയോടുകൂടിയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് അപകടം നടന്ന സ്ഥിരീകരണം വ്യോമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്നാണ് പ്രദേശവാസികളും ഒപ്പം തന്നെ വ്യോമസേനയുടെ തന്നെ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പം മുമ്പാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വ്യോമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ 2 പൈലറ്റുമാർക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഏതായാലും വ്യോമസേന നൽകിയിട്ടുള്ളത്. 2 പൈലറ്റുമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ള വിവരം വ്യോമസേന സ്ഥിരീകരിക്കുന്നു. സുഖോയ് വിമാനം തകർന്നു. അതിന്റെ ബന്ധം ഇന്നലെ 7:42 നഷ്ടമായത് റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത സ്ഥിരീകരണം ഇപ്പോൾ വ്യോമസേന നൽകുകയാണ്. അതിൽ ഉണ്ടായിരുന്ന സ്ക്വാഡ്രൺ ലീഡർ അനൂജ് ഒപ്പം ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാക്കർ, ഈ 2 പൈലറ്റുമാരാണ് അവിടെ ജീവൻ നഷ്ടമായ സാഹചര്യമുള്ളത്. പൂർണ്ണമായിട്ടും വ്യോമസേന അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ട്വീറ്റാണ് ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ എക്സ് പേജിൽ വന്നിരിക്കുന്നത്. സുഖോയ് വിമാനം തകർന്ന് 2 പൈലറ്റുമാർക്ക് അന്ത്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.